നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 3/7/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ മുടങ്ങാതെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ റബ്ബർ വില എല്ലാ ദിവസവും അറിയാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും റബ്ബർ വില കൂടിയിട്ടുണ്ട്, കർണാടകത്തിലും വില കൂടി, വിദേശത്ത് റബ്ബർ വിലയിൽ വൻ കുതിച്ചുകയറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരാൾ നമ്മളോട് കമൻറ്റിൽ ചോദിച്ചു എന്തിനാണ് ഈ വിദേശ വില പറയുന്നതെന്ന്. അപ്പോൾ വിദേശ വിലയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വില നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിദേശ വില കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ റബ്ബറിൻ്റെ അവസ്ഥ എന്തുവാണെന്ന് നേരത്തെ അറിയാനായിട്ട് പറ്റും. വേറെ ആൾ നമ്മളോട് കമൻറ്റിൽ ചോദിച്ചു കൊല്ലത്ത് എത്ര വില, കോട്ടയത്ത് എത്ര വില. അപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ റബ്ബർ ബോർഡ് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ വില തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയണമല്ലോ, ഓരോ സ്ഥലത്തെ വില ഞാൻ പറയുന്നില്ലല്ലോ. തേങ്ങയുടെ മാങ്ങയുടെ വില പറയുന്ന പോലല്ല, ഇത് കേരളത്തിലും ഞാൻ പറയുന്ന വില എല്ലാ സ്ഥലത്തും ഒരു വിലയായിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ പല പേരുകൾ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് വില കുറയ്ക്കാറുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് ബന്ധമില്ല. വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ വർഷം മഴ കുറവാണ്, അത് കൃഷിയെ ബാധിക്കുമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ റബ്ബർ കൃഷി ഒരിക്കലും ബാധിക്കില്ല. നമുക്ക് മഴ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പാദനം കൂടുതലായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നമ്മുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മഴ കൂടുതലായതിൻ്റെ പേരിൽ ഇലയെല്ലാം പൊഴിഞ്ഞു പോയി, ശകരങ്ങളിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ റബ്ബറിന് ഇപ്പോൾ ശകരങ്ങളില്ലാത്ത ഒരു സ്ഥിതിയാണ്. അതാണിപ്പോൾ റബ്ബറിന് പാല് കുറവ്. അപ്പോൾ നമുക്ക് വലിയ മഴയൊന്നും ആവശ്യമില്ല. നമ്മുടെ റബ്ബറിന് ആഴ്ചയിൽ 1-2 മഴയൊക്കെ മതി. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നമുക്ക് ആദ്യം വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 270 രൂപ 7 പൈസ. RSS2ന് 268 രൂപ 36 പൈസ. RSS3ക്ക് 266 രൂപ 80 പൈസ. RSS4ന് 265 രൂപ 95 പൈസ. RSS5ന് 265 രൂപ 52 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 264 രൂപ. RSS4ന് 263 രൂപ 50 പൈസ. RSS5ന് 258 രൂപ 50 പൈസ. ലോട്ടിന് 226 രൂപ. ഒട്ടുപാൽ 160 രൂപ വരെയും. ഇനി നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 269 രൂപ. RSS5ന് 265 രൂപ. ISNR 20ക്ക് 230 രൂപ. ലാറ്റക്സ് 60%-ന് 170 രൂപ 65 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 269 രൂപ. RSS5ന് 265 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 258 രൂപ. ലോട്ടിന് 225 രൂപ മുതൽ 230 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCയിൽ ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 170 രൂപ. 60% DRCയിൽ ഒട്ടുപാലിന് 127 രൂപ 50 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 237 രൂപ. ഫാക്ടറി വില 247 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 11,850 രൂപ. 30% DRC ഉള്ളതിന് 14,220 രൂപ. 35% DRC ഉള്ളതിന് 16,590 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 261 രൂപ. RSS5ന് 257 രൂപ. ISS 217 രൂപ 50 പൈസ മുതൽ 218 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില എന്ന് പറയുന്നത് 144 രൂപ മുതൽ 156 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ RSS4നും 5നും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സ് 60%-ന് 50 പൈസ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി വ്യാപാരി വില നോക്കി കഴിഞ്ഞാൽ RSS4നും 5നും ISSനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി കർണാടകയിൽ വില നോക്കി കഴിഞ്ഞാൽ RSS3ക്കും 4നും 5നും 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലോട്ടിന് 2 രൂപ വർദ്ധിച്ചു. ഒട്ടുപാലിന് 1 രൂപ വർദ്ധിച്ചു. ഇനി വിദേശ വില നോക്കി കഴിഞ്ഞാൽ വിദേശ വിലയിലാണ് വൻ കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ RSS1ന് 267 ഉള്ളായിരുന്നു. ഇന്നത് 270 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കും നേട്ടം കൊയ്യാനാകും പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 35 രൂപ മുതൽ 45 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 222 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 227 രൂപ. കൊപ്ര എടുത്തപടി 129 രൂപ. അടയ്ക്ക പുതിയതിന് 360 രൂപ. അടയ്ക്ക പഴയതിന് 360 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നേരിയത് 3800 രൂപ. ജാതിക്ക തൊണ്ടൻ 350 രൂപ. ജാതിപത്രി ചുവപ്പ് 1450 രൂപ. ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 450 രൂപ. ജാതിപത്രി മഞ്ഞ 1500 രൂപ. ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെയും. ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2200 രൂപ മുതൽ 2150 രൂപ വരെയും. ഗ്രാമ്പു 810 രൂപ, നാടൻ 930 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 620 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ,
പിണ്ണാക്ക് എക്സ്പെല്ലർ 39 രൂപ, റോട്ടറി 33 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 699 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 689 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 719 രൂപ, ചുക്ക് ബെസ്റ്റ് 350 രൂപ, മഞ്ഞൾ സേല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 34 രൂപ, പച്ച 32 രൂപ, പഴം 51 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 36,000 രൂപ, ഉണ്ടച്ചക്ക 54 കിലോ 11,100 രൂപ, കുരുമുളക് വയനാടൻ 700 രൂപ, ചേട്ടൻ 690 രൂപ, ഇഞ്ചിച്ചക്ക 60 കിലോ 8,500 രൂപ, ഏലം ഉണക്ക കിലോ 2,600 രൂപ മുതൽ 3,200 രൂപ വരെയും, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 3,000 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 275 രൂപ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 850 രൂപ, ജാതിത്തൊണ്ടൻ 300 രൂപ, ജാതിപ്പരിപ്പ് 675 രൂപ, കച്ചോലം 600 രൂപ, ജാതിപത്രി 1,600 രൂപ മുതൽ 2,000 രൂപ വരെയും, കുരുമുളക് 680 രൂപ, ഏലക്ക 2,000 രൂപ, തേങ്ങ 42 രൂപ മുതൽ 44 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തടാമഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 250 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 170 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.